വെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഇങ്ങനെയൊരു ചടങ്ങിലേക്ക് വിളിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ പാട്ടുകളെക്കുറിച്ചും അതോടൊപ്പം നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെക്കുറിച്ചും ദേവീ സങ്കല്പങ്ങളെക്കുറിച്ചുമൊക്കെ ചെറിയ ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പണ്ടത്തെ നിന്നും വായിച്ചും അറിഞ്ഞും കേട്ടും സംസാരിച്ചുമൊക്കെ കിട്ടിയ അറിവുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാട്ടുകളെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ നന്നായി പറയുന്ന അല്ലെങ്കിൽ നന്നായി അറിയുന്നവർ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നമുക്ക് പരസ്പരം സംസാരിച്ച് പറഞ്ഞ് പോകാൻ തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. പാട്ടുകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു ദേവീ സങ്കല്പത്തിലാണ് ഇവിടെ ഒത്തിരിക്കുന്നത്. ദേവിയെ വിശ്വസിക്കുന്നവരുണ്ടാകാം, വിശ്വസിക്കാത്തവരുണ്ടാകാം. ചിലർ ദൈവങ്ങളെക്കാൾ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും അങ്ങനെ ഒരു ശക്തിയെ വിശ്വസിക്കുന്നവർ ആണ്. വയലാർ സാറിൻ്റെ നിങ്ങൾക്ക് പ്രസിദ്ധമായ പാട്ട് പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു പാട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്ന് പറഞ്ഞൊരു പാട്ട്. അതൊരു പ്രസിദ്ധമായ പാട്ടാണ്. അതിൽ അദ്ദേഹം പ്രകൃതിയും ഈശ്വരനും ഞാനും കാലമേ നിന്റെ പ്രതിരൂപങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ദൈവം കാലമാണ്, ടൈം, നമ്മൾ ജീവിക്കുന്ന സമയമാണ്, കാലമാണ് അദ്ദേഹത്തിൻ്റെ ദൈവം. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ദൈവം കാലമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം അത് ഒരു സിനിമാ പാട്ടിലാണ് പറയുന്നതെന്ന് ആലോചിക്കണം. വളരെ ഗഹനമായ ഒരു കാര്യം. പ്രകൃതിയും ഈശ്വരനും ഞാനും എന്ന് പറഞ്ഞാൽ മനുഷ്യനും ഒക്കെ ഓരോ കാലഘട്ടത്തിലെ കാലത്തിൻ്റെ സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രതിനിധികളാണ്, അല്ലെങ്കിൽ കാലത്തിൻ്റെ ഔദാര്യങ്ങളാണ് എന്ന തരത്തിൽ കാലത്തെ ഒരു വലിയ ശക്തിയായി ദൈവമായി അവതരിപ്പിക്കുന്നു. അപ്പോൾ വയലാറിനെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള മഹാന്മാരായ ചിന്തകന്മാർക്ക് അല്ലെങ്കിൽ മഹാന്മാരായ എഴുത്തുകാർക്ക് അത്തരം സങ്കല്പങ്ങളിൽ അഭിരമിക്കാം. സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ആരാധിക്കാൻ അവരുടെ മുന്നിലുള്ള അവരുടെ കഥകളും വിശ്വാസങ്ങളും ഒക്കെ വെച്ചിട്ട് ദേവിയും ദേവനും ഒക്കെ വേണം. ഇത്രയും ഇപ്പോൾ വയലാർ ചിന്തിക്കുന്നത് പോലെ മറ്റൊരാൾ ചിന്തിക്കണമെന്നില്ല, ചിലർ സാധാരണ ആൾ ചിന്തിക്കണമെന്നില്ല, അത്രയും വായനയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സാധാരണക്കാരായ ആൾക്കാർക്ക് നമുക്ക് ആരെ പ്രാർത്ഥിച്ചാലാണ് മനസ്സിന് സാന്ത്വനം ലഭിക്കുക എന്ന് വെച്ചാൽ അവരെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെ നമ്മൾ പല ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇഷ്ടദൈവങ്ങൾ ഒരുപാട് പേരുണ്ട്, പലതരത്തിൽ ദേവിമാരുണ്ട്, ദേവന്മാരുണ്ട്. എങ്കിലും നമ്മളുടെ ഈ സംസ്കാരം, നമ്മളുടെ സാധാരണ നമ്മുടെ ആരാധനാ സംസ്കാരം വെച്ച് ദേവിമാരെയാണ് നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുകയും ദേവിമാർക്കാണ് കൂടുതൽ ക്ഷേത്രങ്ങൾ പണിയുകയും നമ്മളുടെ കുടുംബങ്ങൾ ഇതുപോലെയുള്ള കുടുംബക്ഷേത്രങ്ങളൊക്കെ തന്നെ നോക്കിയാൽ കൂടുതലും ദേവിമാരാണ് അവിടെ. അപ്പോൾ ദേവിമാർക്കാണ്, അമ്മമാർക്കാണ് പ്രാധാന്യം. നമുക്ക് വിദ്യാഭ്യാസത്തിന്, അക്ഷരത്തിന് ദേവിയാണുള്ളത്. നമുക്ക് സമ്പത്തിന്, പണത്തിന്, ധനത്തിന് ദേവിയാണുള്ളത്. നമുക്ക് സംഹാരത്തിന് ദേവിയാണുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്നതിന് ദേവിയാണുള്ളത്. അപ്പോൾ അമ്മ ദൈവ സങ്കല്പം എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അമ്മമാരെ, ദേവിമാരെ പൂജിക്കുക എന്നുള്ളത്. അത് അത്തരത്തിൽ നമ്മുടെ ദേവീ സങ്കല്പത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളെ, നമ്മളെയൊക്കെ സ്വാധീനിക്കാൻ അമ്മമാർക്കാണ്, ദേവിമാർക്കാണ്, സ്ത്രീകൾക്കാണ് കഴിയുക എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു സങ്കല്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സങ്കല്പത്തിലൂടെയാണ് നമ്മളുടെ ജീവിതം, നമ്മുടെ സംസ്കാരം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വിജയദശമി പോലെയുള്ള, എഴുത്തിനിരുത്ത് പോലെയുള്ള സമയത്ത് പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. 3 ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരപൂജയും പൂജ വെപ്പും പൂജയെടുപ്പും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഇതെല്ലാം, ഈ കഥകളെല്ലാം തന്നെ
പ്രതീകങ്ങളിലൂടെ നമുക്ക് പല ഉപദേശങ്ങളും തരുന്നതാണ്. ആദ്യത്തെ ദിവസം നമ്മൾ ഭദ്രകാളിയെയാണ് ആരാധിക്കുന്നത്. രണ്ടാമത്തെ ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയെയാണ് ആരാധിക്കുന്നത്. മൂന്നാമത്തെ ദിവസം നമ്മൾ സരസ്വതി ദേവിയെയാണ് ആരാധിക്കുന്നത്. അതിലൊരു ലോജിക്കുണ്ട്. വെറുതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദേവിയെ ഒരു ദിവസം ആരാധിക്കുന്നു എന്നുള്ളതല്ല. ആദ്യത്തെ ദിവസം നമ്മൾ ഭദ്രകാളിയെ നമ്മളുടെ മനസ്സിലുള്ള, നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാത്തരം ദുഷ്ചിന്തകളെയും ഇല്ലാതാക്കാനുള്ള ഏറ്റവും ശക്തയായ ഘോരമൂർത്തിയാണ് ഭദ്രകാളി ദേവി. അതുകൊണ്ട് ഭദ്രകാളി ആദ്യത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ മനസ്സിലെ അധർമ്മങ്ങളും ഹിംസാത്മകതകളും അങ്ങനെയുള്ള എല്ലാ മോശപ്പെട്ട പ്രവണതകളും ഇല്ലാതായ ശേഷം ഒഴിഞ്ഞ് നല്ല സുന്ദരമായ ഒരു പാത്രം പോലെ ഇരിക്കുന്ന, ഒരു സ്വർണ്ണപാത്രം പോലെ ഇരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് ഐശ്വര്യം വരും. സ്വാഭാവികമായും നമ്മുടെ ദുഷ്ചിന്തകൾ ഇല്ലാതാകുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഐശ്വര്യം വരും. അങ്ങനെ ആ ഐശ്വര്യം വരുന്നതാണ് ലക്ഷ്മി ദേവിയെ രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത് സരസ്വതി ദേവിയാണ്. അങ്ങനെ ഐശ്വര്യമുള്ളൊരു മനസ്സിലേക്കാണ് നമ്മൾ വിദ്യാഭ്യാസം, അറിവ് കൊടുക്കേണ്ടത്. അതായത് പകയും പ്രതികാരവും മോശപ്പെട്ട മനസ്സും അധർമ്മവും ഒക്കെ മനസ്സിലുള്ള ഒരാളിലേക്ക് നമ്മൾ അറിവ് കൂടി നൽകിയാൽ അത് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമുക്ക് പല മഹാന്മാരായ പുരാണ കഥാപാത്രങ്ങളുമുണ്ട്. പക്ഷെ അവരെയൊക്കെ പലരെയും നമ്മൾ തിന്മയുടെ ഭാഗമായാണ് അവതരിപ്പിക്കുന്നത്. ഇനി അത് വേണ്ട, നമ്മൾ ഏറ്റവും പുതിയ കാലത്തിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ, ആറ്റം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഊർജ പ്രതിസന്ധിയെ പരിഹരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു വസ്തുവാണ് ആറ്റം. ഈ ആറ്റം കണ്ടുപിടിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ ആറ്റം നമ്മൾ യുദ്ധത്തിനാണ് ഉപയോഗിച്ചത് ഏറ്റവും പ്രധാനമായി. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ജപ്പാനിലും മറ്റും ആറ്റം ബോംബിട്ട് കൊന്നു. അപ്പോൾ എന്തിന് ഗുണത്തിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു സാധനത്തെ വളരെ പകയും പ്രതികാരവുമുള്ളൊരു മനസ്സുള്ള ഒരു അധികാരിയുടെ കയ്യിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് എത്തിയാൽ, അവനതിനെ തിന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പം തിന്മകൾ വരാതെ മനസ്സ് ശുദ്ധമായ, മനസ്സ് പവിത്രമായ മനസ്സിലേക്കാണ് വിദ്യാഭ്യാസം, അക്ഷരം, അറിവ് എത്തേണ്ടത് എന്ന സങ്കല്പമാണ് അവസാനത്തെ ദിവസം സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നന്നായി മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ഇതിഹാസങ്ങളും നമ്മുടെ കഥകളുമൊക്കെ. നിർഭാഗ്യവശാൽ നമ്മൾ ഇതൊന്നും കേൾക്കാനോ ഇതൊന്നും ശ്രദ്ധിക്കാനോ തയ്യാറാകുന്നില്ല. നമുക്കതിന് നേരമില്ല. കാരണം നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല അറിവുണ്ടാകണം. നമുക്ക് അറിവ് സമ്പാദിക്കാനുള്ള താല്പര്യമില്ല. നമുക്ക് ആ സമയത്ത് നമുക്ക് സീരിയൽ കാണണം, നമുക്ക് മൊബൈൽ കാണണം, നമുക്കങ്ങനെ എത്രയോ പ്രശ്നങ്ങളാണ്. ഒരു അരമണിക്കൂർ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ എത്ര പേർ നിങ്ങളോടൊപ്പം അമ്പലത്തിൽ തൊഴാൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വരുന്നു? കുറച്ച് മുതിർന്ന കുട്ടികൾ. എത്ര കുട്ടികൾ നിങ്ങളോടൊപ്പം നിങ്ങൾ പോകുന്ന ദേവാലയങ്ങളിൽ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനായി വരുന്നു? എത്ര കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നു, സ്വന്തമായി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു? എത്ര കുട്ടികൾ സന്ധ്യയ്ക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഈശ്വര പ്രാർത്ഥന, ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു? അത് ഏത് ഈശ്വരനുമായിക്കോട്ടെ, ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. സ്വയം വിമർശനമാണ് നമ്മൾ നടത്തേണ്ടത്. ഇല്ലെങ്കിൽ ഈ പുതിയ യാത്രകൾ, പുതിയ വഴികൾ അപകടങ്ങളിലേക്കുള്ള യാത്രകളിലേക്ക് ചെന്ന് അവസാനിക്കും.